യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ദൈവത്തെ അനുഗമിച്ചവരാണ് വിശുദ്ധരായി തീർന്നിട്ടുള്ളത്. സ്വർഗത്തെ ലക്ഷ്യമാക്കിയുള്ള നമ്മുടെ ഈ ലോക ജീവിതയാത്ര തീർച്ചയായും പ്രതിസന്ധികളിലൂടെ കടന്നു പോകേണ്ടതാണ്. ദൈവവചനം അനുസരിച്ചുള്ള ജീവിതമാണ് അതിനെ അതിജീവിക്കുവാനുള്ള ഏകമാർഗം. ഇന്ന് നമ്മോട് വചനം പങ്കുവയ്ക്കുവാനായി കടന്നു വരുന്നത് കാരിസ് ഭവൻ ധ്യാന കേന്ദ്രത്തിൽ നിന്നും ഫാദർ അനീഷ് മുണ്ടിയാനിക്കലാണ്. ഒരു വ്യക്തിയുടെ ജീവിത സാക്ഷ്യം കേട്ടുകൊണ്ട് ഇന്നത്തെ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എൻ്റെ പേര് ധന്യ, സ്ഥലം കട്ടച്ചിറ. ഞാൻ എൻ്റെ മോൻ്റെ സാക്ഷ്യം പറയാണ്. എൻ്റെ മോന് തക്കാളിപ്പണിയുടെ ആരംഭമായിരുന്നു. ഒരു 4-5 കുരുക്കൾ ഇങ്ങനെ ഉണ്ടായി. അതിനുശേഷം ചെറിയ ചൂടുകൂര് പോലെ ഇങ്ങനെ ചെറുതായിട്ട് പൊങ്ങി വന്നു. ആ സമയത്ത് ഇവിടുന്ന് കരുണയുടെ ദിവസം എണ്ണ വെഞ്ചരിച്ച് എണ്ണ കൊണ്ടുപോയി അത് ദേഹം മുഴുവൻ അപ്ലൈ ചെയ്തു. അപ്പോൾ അതിനുശേഷം ജപമാലയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു. ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് നേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. പിന്നെ ഒരു കുരു പോലും ഉണ്ടായിട്ടുമില്ല. പിന്നെ ഉണ്ടായി വന്നതെല്ലാം താന്നു പോവുകയും ചെയ്തു. കൂടാതെ എൻ്റെ പുറത്ത് ഒരു കുരു വന്നിട്ട് അത് ഷുഗറിൻ്റെ ആണോ എന്ന് ഡൗട്ട് പറഞ്ഞു ഡോക്ടർ. അപ്പോൾ അവിടെ ഞാൻ എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചു. അത് നോർമലാണെന്ന് പറഞ്ഞു, സാക്ഷ്യപ്പെടുത്തിക്കോളാമെന്ന് പറഞ്ഞു. കൂടാതെ എൻ്റെ ബ്രദറിന് ആക്സിഡൻ്റ് ഉണ്ടായിട്ട് നടക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഇവിടെ സാക്ഷ്യപ്പെടുത്തി നേർന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ പൂർണ്ണ സൗഖ്യം ലഭിച്ചു. ഈശോയിലെ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ ദൈവവചനം ശ്രവിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ഒരു നിമിഷം നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. നമ്മൾ കേൾക്കുന്ന ഈ വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവെ, ദൈവവചനം മാംസമാകുവാൻ പരിശുദ്ധ അമ്മയിൽ പ്രവർത്തിച്ച ദൈവത്തിൻ്റെ ആത്മാവെ, ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനം അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ മനസ്സിലാക്കുവാനും മനസ്സിലാക്കി ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി മാറ്റുവാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവേ, വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും കേൾക്കുവാൻ ഒരുങ്ങുന്നവരെയും ഇവരുടെ ആവശ്യങ്ങളെയും ഇപ്പോൾ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കർത്താവേ, മക്കളുടെ ജീവിതത്തിൽ അങ്ങ് ഈ വചനത്തിലൂടെ കടന്നു ചെന്ന് ഇവരുടെ തടസ്സങ്ങളും രോഗങ്ങളും പ്രശ്നങ്ങളും എല്ലാം അങ്ങ് ഏറ്റെടുത്ത് ഇവരെ അനുഗ്രഹിക്കണമേ. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഈ മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 7-ാമത്തെ വചനം ഇപ്രകാരം ഈശോ പഠിപ്പിക്കുന്നുണ്ട്: നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇവിടെ നമ്മളൊക്കെ ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലുന്നവരാണ്. നമ്മുടെ പ്രാർത്ഥനകളൊക്കെ മിക്കവാറും യാചനാ പ്രാർത്ഥനകളാണ്. അതായത് ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിക്കുകയും നമ്മുടെ ആഗ്രഹങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. ദൈവം പരിശുദ്ധനാണ്. പരിശുദ്ധനായ ദൈവത്തിൻ്റെ മുമ്പിൽ, നമ്മളെ സൃഷ്ടിച്ച പരിപാലിക്കുന്ന നമ്മളെ വഴി നടത്തുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോൾ എപ്രകാരം പ്രാർത്ഥിക്കണമെന്ന്, പ്രാർത്ഥനയ്ക്ക് വേണ്ട അടിസ്ഥാനപരമായ സമീപനം അല്ലെങ്കിൽ അതിന് വേണ്ട യോഗ്യത എന്താണെന്ന് യോഹന്നാന്റെ സുവിശേഷം 15-ാമത്തെ അധ്യായത്തിൽ ഈശോ പഠിപ്പിക്കുന്നുണ്ട്. നമുക്കറിയാം, ഈ അധ്യായത്തിൽ ഈശോ തൻ്റെ ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുന്നത് മുന്തിരിച്ചെടിയുടെയും ശാഖയുടെയും ഉപമകളാണ്. മുന്തിരി
എപ്രകാരമാണോ തായ്തണ്ടിനോട് മുന്തിരിവള്ളികൾ ചേർന്ന് നിൽക്കുന്നത്, അതുപോലെ നീ തായ്തണ്ടാകുന്ന പ്രധാനപ്പെട്ട ശിരസ്സാകുന്ന പ്രധാനപ്പെട്ട തായാകുന്ന ശരീരമാകുന്ന യേശുവിനോട് ചേർന്ന് നിന്നാൽ ഫലം പുറപ്പെടുവിക്കുമെന്നാണ് ഈശോ നമുക്ക് പറഞ്ഞു തരുന്നത്. എന്നിട്ട് ഈശോ പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യുക സാധ്യവുമല്ല. പ്രിയപ്പെട്ടവരെ, അതിനുശേഷം ഈശോ പ്രാർത്ഥനയുടെ ആ രഹസ്യം വെളിപ്പെടുത്തുകയാണ്. സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന യേശു പിതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകൾക്ക് എപ്രകാരമാണ് ഉത്തരം കിട്ടുക എന്ന് യേശു നമുക്ക് കാണിച്ചു തരികയാണ്. ഈശോ ഒരുപാട് അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ പ്രവർത്തിച്ചു. ഒരുപക്ഷെ ഈ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ സംഭവിച്ചതും ഈ പ്രാർത്ഥന ഈശോ പറഞ്ഞ ഈ രീതിയിലാകുന്നത് കൊണ്ട് മാത്രമായിരിക്കാം എന്ന് നമുക്ക് വിശ്വസിക്കാം. ഈശോ പറയുകയാണ്, നിങ്ങൾ എന്നിൽ വസിക്കുകയും ഈ എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ നമുക്ക് തന്നെ അറിയാം, നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ ചോദിച്ചിട്ട് പലതും നന്മയ്ക്കായിട്ട് ഉപകരിക്കുന്നതാണെങ്കിൽ പോലും ലഭിക്കാതെ പോയിട്ടുണ്ട്. അതിന് എന്തായിരിക്കും കാരണം? നമുക്ക് ഈ വചനം നമുക്കൊന്ന് വിചിന്തനം ചെയ്യാം. കർത്താവ് പറയുന്നു, നിങ്ങൾ എന്നിൽ വസിക്കുകയും. ഒന്നാമത്തെ കാര്യം, യേശുവിൽ വസിക്കുക. അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ സുവിശേഷ ഭാഗത്തിൽ വായിക്കുന്നത്. എങ്ങനെ വസിക്കണം? തായ്തണ്ടിനോട് മുന്തിരിയുടെ വള്ളികൾ ചേർന്ന് നിൽക്കുന്നത് പോലെ, മുന്തിരിയുടെ ശാഖകൾ എപ്രകാരമാണോ തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്നത്, അപ്രകാരം യേശുവിനോട് ചേർന്ന് നിൽക്കണം, യേശുവിൽ വസിക്കണം. എങ്ങനെയാണ് മുന്തിരിയുടെ ശാഖ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുക? മുന്തിരിച്ചെടിയുടെ ശാഖ പുറപ്പെടുന്നത് മുന്തിരിയുടെ പ്രധാനപ്പെട്ട ആ തായ്തണ്ടിൽ നിന്നാണ്. തായ്തണ്ടിൽ നിന്നുണ്ടാകുന്ന മുളയാണ് വളർന്ന് മുന്തിരി വള്ളിയായിട്ട് അത് കയറിപ്പറ്റുന്നത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം, ഞാനും നിങ്ങളും വന്നിരിക്കുന്നത് നമ്മൾ ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്നാണ് നമ്മൾ വന്നിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ഒരു പ്രശ്നം ഇതാണ്, നമ്മൾ കുഞ്ഞുനാളിലായിരിക്കുമ്പോൾ ചെറുപ്പത്തിൽ മാതാപിതാക്കളോടൊക്കെ ഒരുപാട് ചേർന്ന് നിൽക്കുന്നവരാണ്. അപ്പൻ്റെ അമ്മയുടെ സഹായം വേണം. അതുകൊണ്ട് എപ്പോഴും എല്ലാ കാര്യത്തിനും മാതാപിതാക്കളോട് ഒട്ടിച്ചേർന്ന് നിൽക്കാനായിട്ട് നമ്മൾ ആത്മാർത്ഥമായി പരിശ്രമിക്കാറുണ്ട്. മാതാപിതാക്കളോട് ചേർന്ന് നിന്ന് എല്ലാ കാര്യങ്ങളും മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നതാണ് നമ്മൾ സ്വീകരിക്കുക. എന്തെങ്കിലും ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ, ഒരുപക്ഷെ ഒരു പേന മേടിക്കാൻ, അല്ലെങ്കിൽ ഒരു സമ്മാനം മേടിക്കാൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് ലഭിക്കാൻ വേണ്ടി നമ്മൾ നമ്മുടെ മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കുന്നവരാണ്. മാതാപിതാക്കൾ നൽകുന്നതാണ് നമ്മുടെ ജീവിതത്തിൽ സമ്പാദ്യമായിട്ട് മാറിയിട്ടുള്ളത് കുഞ്ഞുനാളിലൊക്കെ. എന്നാൽ പ്രായമേറും തോറും ഒരാൾ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും തീരുമാനമെടുക്കാനും ഒക്കെ തുടങ്ങുമ്പോൾ, എനിക്കിത് സാധിക്കും, ഞാൻ തനിയെ ചെയ്യും എന്നുള്ള മനോഭാവം വരുമ്പോൾ ഒരല്പം അഹങ്കാരവും അഹംഭാവവും ഒക്കെ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരും. അപ്പോൾ മാതാപിതാക്കളില്ലെങ്കിലും എനിക്ക് ചെയ്യാൻ പറ്റും, എനിക്ക് ചെറിയ ജോലിയൊക്കെ ചെയ്ത് ചെയ്യാൻ പറ്റും, അത് ഞാൻ ഉണ്ടാക്കിയ സമ്പത്താണ്, ഞാൻ സമ്പാദിച്ചതാണ് എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രിയപ്പെട്ട ഒരു അഹങ്കാരമാണ്. മാതാപിതാക്കളിൽ നിന്നാണ് നമ്മൾ വളർന്നു വന്നത്, മാതാപിതാക്കൾ തന്നത് ആണ് നമ്മൾ സ്വീകരിച്ചത്. എന്നിട്ട് നമ്മൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് നേടിയെടുക്കുന്ന സമയത്ത് അവരോട് മറുതലിക്കുകയും അവരെ എതിർത്ത് പറയുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവങ്ങൾ നമ്മളൊക്കെ ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. പലരുടെയും ജീവിതത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഇതിൻ്റെ ഒരു വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഞാനും നിങ്ങളും ഇതുപോലെ തന്നെ ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടവരാണ്. മാതാപിതാക്കളോട് കുഞ്ഞുങ്ങൾ സ്വയം ഒന്നും ചെയ്യാൻ ശേഷിയില്ലാത്ത കുഞ്ഞുങ്ങൾ എപ്രകാരമാണോ ചേർന്ന് നിൽക്കുന്നത്, അപ്രകാരം ആ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധിക്കണം. അതായത് മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കുന്ന ശാഖ പോലെ, അത് മുന്തിരിച്ചെടിയിൽ നിന്ന് വന്നതാണെന്നുള്ള ബോധ്യത്തോടെ മുന്തിരിച്ചെടിയോട് ചേർന്ന് നിൽക്കണം. അതായത് ഈ ശാഖകൾക്ക് ലഭിക്കാനുള്ള ഊർജവും ശാഖകൾക്ക് ലഭിക്കേണ്ട പോഷകങ്ങളും ഈ ശാഖകൾക്ക് ലഭിക്കേണ്ട എല്ലാം ലഭിക്കേണ്ടത് തായ്തണ്ടിലൂടെ മാത്രമേ ലഭിക്കുകയുള്ളൂ. മണ്ണിൽ നിന്ന് ലഭിക്കുന്ന വളവും പോഷകങ്ങളും ഒക്കെ എത്തിച്ചേരണമെങ്കിൽ അതിന് ഈ തായ്തടി കൂടിയേ തീരൂ. തായ്തടിയോട് ചേർന്ന് നിന്നാലേ ഉള്ളൂ. തായ്തടിയിൽ നിന്നും വേർപെട്ട് പോയാൽ അത് അധികം കാലം പിന്നെ മുന്നോട്ട് പോവില്ല, അതവിടെ കിടന്ന് നശിച്ചു പോവുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കണം, ഈ ഒരു അർത്ഥത്തിലായിരിക്കും ഈശോ പലതവണ പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം, നിങ്ങൾ ശിശുക്കളെ പോലെ ആകുവിൻ. കാരണം അവർക്കാണ് ദൈവരാജ്യ അനുഭവം ഉണ്ടാകുന്നത് ശിശുക്കൾക്കാണ്. കാരണം അവർ മറ്റൊന്നും കൊണ്ടല്ല, അവരെപ്പോഴും മാതാപിതാക്കളോട് ചേർന്ന് നിൽക്കേണ്ടവരാണ്. ചേർന്ന് നിന്ന് അപ്പനിൽ നിന്നും അമ്മയിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും അവർക്ക് ലഭിക്കേണ്ടതിനെയൊക്കെ ചോദിച്ചു വാങ്ങുന്ന പ്രകൃതമുള്ളവരാണ്. ഈ ഒരു സ്വഭാവം നമുക്കുണ്ടായിരിക്കണം. അതുകൊണ്ട് യേശുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയുടെ നമ്മുടെ ദൈവത്തിന് കർത്താവിന് മുമ്പിൽ ചോദിക്കുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടേണ്ട പ്രാർത്ഥനകൾക്ക് യേശുവിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിനോട് ചേർന്ന് നിൽക്കുക, യേശുവിൽ നിന്ന് സ്വീകരിക്കുക. ഇതെങ്ങനെയാണ് സ്വീകരിക്കാൻ പറ്റുക? ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രിയപ്പെട്ടവരെ വിശുദ്ധ കുർബാനയാണ്.
വിശുദ്ധ കുർബാന ഈശോയുടെ ശരീരവും രക്തവുമാണ്. തായ്തണ്ടിനോട് ചേർന്ന് നിൽക്കുക എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ചെയ്യുക. ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്നു. തായ്തണ്ടിൽ നിന്നും ശാഖകൾ, നീരും അതുപോലെ തന്നെ പോഷകങ്ങളും സ്വീകരിക്കുന്നത് പോലെ ഒരു വ്യക്തിയുടെ ആത്മീയ ജീവിതത്തിനും ഭൗതിക ജീവിതത്തിനും ആവശ്യമായതൊക്കെ പ്രദാനം ചെയ്യുന്ന തായ്തടിയാണ് വിശുദ്ധ കുർബാന, ഈശോയുടെ ശരീരവും രക്തവും. പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും, ഇങ്ങനെ പാപം ചെയ്ത് പാപത്തിന് അടിമപ്പെട്ട് പോകുന്ന മക്കളൊക്കെ വിശുദ്ധ കുർബാനയിൽ നിന്ന് ഒരുപാട് അകന്നു പോകുന്നത്, വിശുദ്ധ കുർബാനയോട് താല്പര്യമില്ലാതെ വരുന്നത്. വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ശരീരവും രക്തവും സ്വീകരിക്കുന്ന ഒരു വ്യക്തി സ്വീകരിക്കുന്നത് ഈശോയെ തന്നെയാണ്. ഈശോ പറയുന്നു, എന്നിൽ വസിക്കുകയും. എന്നിൽ വസിക്കുക. ഓരോ വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോഴും പ്രിയപ്പെട്ടവർ, നമ്മൾ ഈശോയിൽ വസിക്കുകയാണ്, ഈശോ നമ്മളിൽ വസിക്കുകയാണ്. നമ്മളിൽ ഈശോ വസിക്കുകയും ഈശോ നമ്മളിൽ വസിക്കുകയും ചെയ്യുന്ന കൂദാശയാണ്. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഈശോയിൽ വസിക്കുക എന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അത് വിശുദ്ധ കുർബാനയുടെ സ്വീകരണമാണ്. രണ്ടാമതായി എന്നിൽ വസിക്കുകയും എന്ന് ഈശോ പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ദൈവം എന്നിൽ വസിക്കുക എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ, അത് യേശുവിനോട് ചേർന്ന് നിൽക്കുക, നമ്മുടെ പ്രാർത്ഥനകളാണ്. പ്രാർത്ഥന യേശുവിനോട് ചേർന്ന് നിൽക്കലാണ്. ഓരോ പ്രാർത്ഥനയും ദൈവത്തോട് ചേർന്ന് നിൽക്കലാണ്. നമ്മുടെ കുടുംബ പ്രാർത്ഥനകളും നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളും ഒക്കെ ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. നമ്മുടെ ഭൗതിക ജീവിതത്തിനിടയിൽ, ഔദ്യോഗിക തിരക്കുകൾക്കിടയിൽ ഒരുപക്ഷെ 24 മണിക്കൂറുള്ളതിൽ ഒരല്പസമയം 1-2 മണിക്കൂർ ദൈവത്തിൻ്റെ മുമ്പിൽ ഇരിക്കാൻ നമ്മൾ തീരുമാനമെടുത്ത് അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി കുടുംബമായിട്ടോ വ്യക്തിപരമായിട്ടോ സമൂഹമായിട്ടോ ഒക്കെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് യേശുവിൽ നമ്മൾ വസിക്കുകയാണ് ചെയ്യുന്നത്. യേശുവിൽ വസിക്കുക. ഈശോ പറഞ്ഞില്ലേ, 2-3 പേർ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ നിങ്ങളുടെ മധ്യേ ഞാൻ ഉണ്ടായിരിക്കും. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഇപ്രകാരം പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിച്ചുകൊണ്ട് ഈശോ സ്വർഗസ്ഥനായ പിതാവ് എന്ന പ്രാർത്ഥന പഠിപ്പിക്കുകയും അതോട് ചേർന്ന് എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് ഈശോ പഠിപ്പിക്കുകയും ചെയ്തു. വ്യക്തിപരമായ പ്രാർത്ഥന എങ്ങനെയാവണം? നിങ്ങൾ മുറിക്കുള്ളിൽ കയറി കതക് അടച്ചിരുന്ന് പ്രാർത്ഥിക്കുക. നിങ്ങളെ കാണുന്ന സ്വർഗീയ പിതാവിനോട് പ്രാർത്ഥിക്കുക. അതായത് നമ്മൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം മാറ്റിവെക്കുമ്പോൾ, പ്രാർത്ഥനയ്ക്ക് വേണ്ടി പുറമേ നിന്നുള്ള എല്ലാ കാര്യങ്ങളും ഒഴിവാക്കി നിൽക്കുമ്പോൾ നമ്മൾ യേശുവിൽ വസിക്കുകയാണ്. പലപ്പോഴും ലോകത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ പെട്ടിട്ട് നമ്മുടെ പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ യേശുവിൽ വസിക്കാത്തവരായിട്ട് മാറുകയാണ്. യേശുവിൽ വസിക്കാൻ സമയമില്ല. അതുകൊണ്ട് തിരക്കുകൾക്കിടയിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാർത്ഥിക്കാനുള്ള സമയം കണ്ടെത്തണം. വിശുദ്ധ കുർബാന വലിയ പ്രാർത്ഥനയാണ്. എങ്കിലും അതുകൂടാതെ സ്വന്തമായിട്ട് വ്യക്തിപരമായ പ്രാർത്ഥനയും കുടുംബത്തിലെ പ്രാർത്ഥനകളും സമൂഹങ്ങളിൽ പ്രാർത്ഥനകളും ഉണ്ടാവട്ടെ. അങ്ങനെ യേശുവിൽ വസിക്കട്ടെ. നമ്മുടെ ബിസിനസ് മേഖലയിൽ, നമ്മുടെ കൃഷി സ്ഥലത്ത്, നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒക്കെ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിക്കാൻ സാധിക്കണം. അപ്പോൾ അവിടെ വിജയം നൽകുന്ന കർത്താവിനെ കാണാൻ സാധിക്കും. നമ്മുടെ പ്രശ്നങ്ങളിൽ കർത്താവ് കൂടി ഇടപെടുന്നത് കാണാൻ പറ്റും. നിൻ്റെ ബുദ്ധി കൊണ്ടും നിൻ്റെ കഴിവ് കൊണ്ടും നിൻ്റെ ശക്തി കൊണ്ടും നിൻ്റെ വിദ്യാഭ്യാസം കൊണ്ടും മാത്രം നേടിയെടുക്കാൻ പറ്റാത്ത പല മേഖലകളിലും കർത്താവ് തൻ്റെ ദൂതന്മാരുമായി ഇറങ്ങി പ്രവർത്തിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് യേശുവിൽ വസിക്കുന്നവരായി മാറുക, യേശുവിൽ വസിക്കുന്നവരായിട്ട് മാറുക. രണ്ടാമത്തെ കാര്യം ഈശോ പഠിപ്പിക്കുന്നത് പ്രാർത്ഥനയ്ക്ക് വേണ്ട യോഗ്യത, എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും. എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും. എങ്ങനെയാണ് യേശുവിൻ്റെ വാക്ക് നിലനിൽക്കുക? പ്രിയപ്പെട്ടവരെ, നിലനിൽക്കണമെങ്കിൽ വാക്ക് കേൾക്കണം. ആദ്യമായിട്ട് വാക്ക് കേൾക്കണം. അതായത് ദൈവത്തെ കേൾക്കാൻ നമ്മൾ സമയം കൊടുക്കണം. എങ്ങനെയാണ് ദൈവത്തെ കേൾക്കാൻ പറ്റുക? ദൈവവചന ശ്രവണത്തിലൂടെ നമ്മളിപ്പോൾ കേൾക്കുന്നത് പോലെ ദൈവത്തെ നമുക്ക് കേൾക്കാൻ പറ്റും. അതുകൂടാതെ ദൈവത്തെ എങ്ങനെ കേൾക്കാൻ പറ്റും? ദൈവത്തെ കേൾക്കാൻ സാധിക്കുന്ന മറ്റൊരു മാധ്യമമാണ് വചനം വായിക്കുക. ദൈവവചനം എടുത്ത് വായിക്കുക. അങ്ങനെ ദൈവത്തെ നമ്മൾ കേൾക്കുന്നു, നമ്മൾ മനസ്സിലാക്കുന്നു. അതുപോലെ ധ്യാനിക്കുക, ധ്യാനങ്ങളിൽ സംബന്ധിക്കുക, അല്ലെങ്കിൽ ഏകാന്തമായിട്ട് എവിടെയെങ്കിലും പോയിരുന്ന് ധ്യാനിക്കുക. പ്രിയപ്പെട്ടൊരു ധ്യാനം ദൈവത്തെ കേൾക്കലാണ്. അതുപോലെ തീരുമാനങ്ങൾക്ക് മുമ്പിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് ദൈവത്തെ കേൾക്കുക, ദൈവത്തിൻ്റെ സ്വരം ശ്രവിക്കുക. ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത്? ഇതാണ് പ്രിയപ്പെട്ടവരെ, എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും. ഇനി പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് നിലനിൽക്കുന്നത്? വചനം കേട്ടാൽ മാത്രം പോരാ, വചനം വായിച്ചാൽ മാത്രം പോരാ, വായിക്കുന്നത് കൊണ്ട് മാത്രമായില്ല. പിന്നെയോ വചനം നിലനിൽക്കണം. എങ്ങനെയാണ് നിലനിൽക്കുന്നത്? പ്രിയപ്പെട്ടവരെ, വചനം അനുസരിക്കുന്നതിലൂടെ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാമത്തെ അധ്യായം 22-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് ആകുക. അനുവർത്തിക്കുന്നവർ അവരുടെ പ്രവൃത്തികളിൽ അനുഗ്രഹീതരായിരിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അത് വാക്ക് കേൾക്കുക, യേശുവിൻ്റെ വാക്കുകൾ നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ അതിന് നിലനിൽപ്പ് കൊടുക്കുക,
അതായത് നീ സ്വീകരിച്ച് നീ അതിനെ അനുസരിക്കാൻ തീരുമാനമെടുക്കുക. ഉദാഹരണത്തിന്, നീ ഇന്നൊരു വചനം വായിച്ചു, നീ ഒരു വചനം കേട്ടു, അതനുസരിച്ച് നിൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനമെടുക്കുക. എവിടെയെങ്കിലും ആ വചനം അനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കാനുണ്ടെങ്കിൽ ക്രമീകരിക്കുക. പലപ്പോഴും പ്രിയപ്പെട്ടവരെ, നല്ലൊരു കുമ്പസാരമൊക്കെ നടത്താനായിട്ട് സാധ്യമാകുന്നത് ഈ ഒരു പ്രവൃത്തിയാണ്. കർത്താവിൻ്റെ വാക്കുകൾ കേൾക്കുകയും അതിൽ നിലനിൽക്കുകയും ചെയ്യുമ്പോൾ, കേട്ട് നിലനിൽക്കാൻ ശ്രമിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. ദൈവകൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടുള്ള പല കാര്യങ്ങളെയും, വചനം പഠിപ്പിക്കാത്ത പല വിശ്വാസങ്ങളെയും, വചനം അനുവദിക്കാത്ത പല പ്രവൃത്തികളെയും, വചനം സ്വീകരിക്കാത്ത പല സ്വഭാവങ്ങളെയും നമ്മൾ ഉപേക്ഷിക്കേണ്ടി വരും. അങ്ങനെ ഉപേക്ഷിക്കുന്നതാണ് എൻ്റെ വാക്കുകൾ നിലനിൽക്കണം, നിന്നിൽ നിലനിൽക്കണം. അങ്ങനെ നിലനിൽക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. കർത്താവിൻ്റെ വചനം കേൾക്കണം, അത് മനസ്സിലാക്കണം, അത് മനസ്സിലാക്കി ജീവിതത്തിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തണം. കുമ്പസാരിക്കാനുണ്ടെങ്കിൽ നന്നായിട്ട് കുമ്പസാരിക്കണം. പാപങ്ങൾ, തെറ്റുകൾ പറ്റിപ്പോയിട്ടുണ്ടോ, കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവിനോട് മാപ്പ് ചോദിക്കണം. എന്നിട്ട് വചനത്തിൽ നിലനിൽക്കുന്നവരാകണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ കർത്താവിൻ്റെ മുമ്പിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ, വചനം കേൾക്കാനായിട്ട് കടന്നു വരുമ്പോൾ, പ്രാർത്ഥിക്കാനായിട്ട് കടന്നു വരുമ്പോൾ നമുക്കുണ്ടാവേണ്ട യോഗ്യതകളാണ്. പലപ്പോഴും വചനം അനുസരിച്ച് വാക്കുകൾ നിലനിൽക്കുന്ന ആ ഒരു അവസ്ഥയിൽ നമുക്ക് പോകാൻ പറ്റാറില്ല. എങ്ങനെയാണ് വാക്ക് നിലനിൽക്കുന്നത്? എന്താ ദൈവത്തിൻ്റെ വചനം? എന്താണ് കൽപ്പന? കൽപ്പന എന്താണെന്ന് ഈശോ പഠിപ്പിക്കുന്നുണ്ട്. പുതിയ നിയമപ്രകാരം കൽപ്പന 2 കൽപ്പനകളാണ് ഈശോ പ്രധാനപ്പെട്ട കൽപ്പനകളായിട്ട് പറയുന്നത്. എല്ലാ കൽപ്പനകളുടെയും സാരാംശമായിട്ട് ഈശോ പറയുന്നത്, 1, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കണം. 2, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അതായത് പ്രിയപ്പെട്ടവരെ, വചനം നിലനിൽക്കുക എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള ബന്ധം അത് കൃത്യമാണെന്നും തെറ്റുപറ്റാത്തതാണെന്നും മാറ്റമില്ലാത്തതാണെന്നും അതിന് യാതൊരു കുറവുമില്ല എന്നും നീ നിൻ്റെ പ്രവൃത്തികളിലൂടെ, വാക്കുകളിലൂടെ നീ തെളിയിക്കണം. നിൻ്റെ വാക്കും പ്രവൃത്തിയും ദൈവസ്നേഹത്തിൻ്റെ വാക്കും പ്രവൃത്തിയുമായി മാറണം. 2-മത്തെ കാര്യം, നിൻ്റെ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ നിൻ്റെ സഹോദരനുമായിട്ട് രമ്യതപ്പെടാനുണ്ടെങ്കിൽ രമ്യതപ്പെടണം. സഹോദരനുമായിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഭിന്നതയുണ്ടെങ്കിൽ രമ്യതപ്പെടണം. വചനം, നീ കേൾക്കുന്ന വചനം നിന്നിൽ നിലനിൽക്കുന്നത് അപ്പോഴാണ്. എൻ്റെ വാക്കുകൾ, കർത്താവിൻ്റെ വാക്കുകൾ നിന്നിൽ നിലനിൽക്കുന്നത് അപ്പോഴാണ്. ആ ബന്ധത്തിൽ, ഈ 2 ബന്ധങ്ങളിൽ കുറവുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഒന്നാമത്തെ കൽപ്പന, അതായത് ദൈവത്തെ സ്നേഹിക്കണം, നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവാണ്, ആ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ഇതിന് വിരുദ്ധമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ തെറ്റായ വിശ്വാസങ്ങളോ മറ്റേതെങ്കിലും കാര്യങ്ങളിലൂടെ കടന്നുപോയതോ ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കണം. അപ്പോൾ കർത്താവിൻ്റെ വാക്ക്, യേശുവിൻ്റെ വാക്ക് നിലനിൽക്കും. ഈശോ പഠിപ്പിച്ചത് ഇപ്രകാരമാണ്. 2-മത്തെ കാര്യം, സഹോദരനെ സ്നേഹിക്കണം. ഈശോ എന്താ പറഞ്ഞത്? ഈശോ പറഞ്ഞ കാര്യം, നിനക്ക് ആരോടെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ, നിന്നോട് ആർക്കെങ്കിലും വിദ്വേഷമുണ്ടെങ്കിൽ, നീ ബലിയർപ്പിക്കാൻ പോകുമ്പോൾ നീ ബലിവസ്തു അവിടെ വെച്ചിട്ട് അവനോട് പോയി മാപ്പ് ചോദിച്ച് അല്ലെങ്കിൽ അവനുമായിട്ട് രമ്യതപ്പെട്ടിട്ട് വന്നിട്ട് ബലിയർപ്പിക്കുക. ഇതാണ് കർത്താവ് പറയുന്നത്. അതായത് നിന്നോട് വിദ്വേഷമുള്ളവരോട് പോലും രമ്യതപ്പെട്ടിട്ട് വന്ന് ബലിയർപ്പിക്കുക. ആരോടെങ്കിലും ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കുക. ക്ഷമിക്കുമ്പോഴാണ് കർത്താവിൻ്റെ വാക്ക് നമ്മളിൽ നിലനിൽക്കുക, യേശുവിൻ്റെ വാക്ക് നിലനിൽക്കുക. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. പ്രിയപ്പെട്ടവരെ, പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കാതെ പോകുന്നതിൻ്റെ കാരണം നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. 1, നമ്മൾ യേശുവിൽ വസിക്കുന്നില്ല വേണ്ടതുപോലെ. 2, അവൻ്റെ വാക്ക് നമ്മളിൽ നിലനിൽക്കാൻ നമ്മൾ അനുവദിക്കുന്നില്ല. നമുക്ക് ഈ വിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഏതെങ്കിലും ഇത്തരത്തിലുള്ള മേഖലയിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ, പ്രശ്നങ്ങളുണ്ടെങ്കിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വാക്ക് നമ്മളിൽ നിലനിൽക്കട്ടെ. കർത്താവ് നമ്മളിലും നമ്മൾ കർത്താവിലും വസിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഈ ആരാധനയിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, ദൈവമേ, ദൈവമേ, ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യമേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ കുർബാനയിലെ ഈശോയുടെ മുമ്പിലാണ്. ഈ നിമിഷം വരെ നമ്മൾ കേട്ട ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണമായും പ്രവൃത്തിയിൽ വരാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ഈശോ പറഞ്ഞു, നിങ്ങൾ എന്നിൽ വസിക്കുകയും
എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളാരും സങ്കടപ്പെട്ട് വിഷമിച്ച് വേദനിച്ച് കണ്ണുനീരിനും ദുഃഖത്തിലും കഴിയണമെന്ന് ആഗ്രഹിക്കുന്ന ദൈവമല്ല. സ്നേഹം തന്നെയായ ദൈവം നമ്മൾ സമൃദ്ധിയിലും സന്തോഷത്തിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ജെറമിയ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നത്, നിങ്ങളെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുണ്ട്, അത് നാശത്തിനുള്ള പദ്ധതിയല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. അപ്പോൾ നിങ്ങൾ എന്നെ വിളിക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. പ്രിയപ്പെട്ടവരെ, ഇതാണ് സമയം, രക്ഷയുടെ സമയം. കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. നിങ്ങൾ എന്നിൽ വസിക്കുകയും, പ്രിയപ്പെട്ടവരെ, എവിടെയെങ്കിലും തിരുത്തലുകൾ വരുത്താനുണ്ടെങ്കിൽ തിരുത്തലുകൾ വരുത്തുക, മാറ്റങ്ങൾ വരുത്തുക. ദൈവവചനത്തിന് എതിരായിട്ട് നമ്മുടെ ജീവിതത്തെ നമ്മൾ നയിക്കുന്നുണ്ടെങ്കിൽ തീരുമാനമെടുത്ത് മാറ്റം വരുത്തുക. ദൈവവചനത്തിന് അനുസൃതമായിട്ട് ജീവിതം മാറ്റുക. ഈ വചനമനുസരിച്ചാണ് നീ ജീവിക്കേണ്ടത്. എവിടെയെങ്കിലും തീരുമാനങ്ങൾക്ക് മാറ്റം വരുത്താനുണ്ടെങ്കിൽ മാറ്റം വരുത്തുക. മനസ്സുകൊണ്ട് മാപ്പ് ചോദിക്കുക, കർത്താവിന് മുമ്പിൽ മാപ്പ് ചോദിക്കുക. എന്നിട്ട് നിൻ്റെ ആവശ്യങ്ങളെ കർത്താവിന് മുമ്പിലേക്ക് സമർപ്പിക്കുക. എവിടെയെങ്കിലും യേശുവിൽ വസിക്കാത്ത സമയം ഈശോയിൽ വസിക്കണം. തായ്തണ്ടനോട് ചേർന്ന് നിൽക്കുന്നത് പോലെ ഇതായി വിശുദ്ധ കുർബാനയിൽ ഈശോയോട് നമ്മൾ ചേർന്ന് നിൽക്കണം. പ്രിയപ്പെട്ടവരെ, യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 35-ാമത്തെ വചനത്തിൽ ഈശോ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. കർത്താവ് നമ്മളെ വിളിക്കുകയാണ്. ഈശോ നമ്മളെ വിളിക്കുന്ന അങ്ങനെയാണ്. ഈശോ പറയുന്നു, എൻ്റെ അടുക്കൽ വരുന്നവൻ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. എൻ്റെ പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുക്കൽ വരും, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയുമില്ല. പ്രിയപ്പെട്ടവരെ, ഈശോ നമ്മളെ വിളിക്കുന്നത് ഈശോയിൽ വസിക്കാൻ വേണ്ടിയാണ്. ഈശോയിൽ വസിക്കാൻ വേണ്ടിയാണ്. പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ കുറവ് മൂലമോ, അതല്ലെങ്കിൽ ഒരുപക്ഷെ വിശുദ്ധ കുർബാനയോട് ചേർന്ന് നിൽക്കാൻ പറ്റാത്തതിൻ്റെ പേരിലോ, അതല്ലെങ്കിൽ ദൈവവചനം കേൾക്കാതെയോ വചനം അനുസരിക്കാതെയോ വചനം സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിക്കാതെയോ നമ്മുടെ ജീവിതത്തോട് നമ്മൾ അങ്ങനെ ഒരു കാര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തോട് മറുതലിപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ, സഹോദരങ്ങളോട് ക്ഷമിക്കാനുണ്ടെങ്കിൽ ഇപ്പോൾ കർത്താവിന് മുമ്പിൽ പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, ഞങ്ങൾ കേട്ട വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. കർത്താവെ, അതനുസരിച്ച് ജീവിക്കാൻ ഞങ്ങൾ തീരുമാനമെടുക്കുന്നു. ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരങ്ങൾ യാചനാപൂർവ്വം പിടിച്ച് ഒരു നിമിഷം നമുക്ക് പറ്റിപ്പോയ കുറവുകളും തെറ്റുകളും ഓർത്ത് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ധ്യാനിച്ച വിഷയങ്ങളെ ഓർത്ത് കർത്താവിനോട് മാപ്പ് ചോദിക്കാം. കർത്താവിനോട് നമ്മൾ മാപ്പ് ചോദിക്കാം. ഈശോയെ, എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, മക്കളോട് ക്ഷമിക്കണമേ. കർത്താവെ, അങ്ങയിൽ വസിക്കാൻ പറ്റാത്ത നിമിഷങ്ങളെ ഓർത്ത്, അറിവില്ലായ്മ കൊണ്ട് അങ്ങയിൽ വസിക്കാതെ ലോകത്തിൻ്റെ ഇഷ്ടങ്ങളിലൂടെ വസിച്ച് നടന്ന മക്കളെ കർത്താവെ ഇപ്പോൾ സ്വീകരിക്കണമേ. കർത്താവെ, ഒപ്പം കർത്താവെ, അങ്ങയിൽ വസിക്കാൻ വിശുദ്ധ കുർബാനയൊക്കെ മുടക്കിയ മക്കൾ, വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കാൻ പറ്റാതെ, സാബത്ത് പോലും വിശുദ്ധമായിട്ട് ആചരിക്കാൻ പറ്റാത്ത രീതിയിൽ ജീവിതത്തിൽ ഒരുപാട് ബന്ധനങ്ങൾ അതുമൂലം കടന്നു വന്ന കുടുംബങ്ങൾ, മക്കൾ, അവരെയൊക്കെ ഇപ്പോൾ ഈശോയെ കാണണമേ, അവരോട് ക്ഷമിക്കണമേ, അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ, അങ്ങയുടെ വാക്ക് ഞങ്ങളിൽ നിലനിൽക്കാൻ തടസ്സം നിൽക്കുന്ന, ദൈവവചനം കേൾക്കാനും കാണാനും മനസ്സിലാക്കാനും അതുപോലെ സ്വീകരിക്കാനും തടസ്സം നിൽക്കുന്ന ഞങ്ങൾക്ക് സമയക്കുറവുകൾ, ഞങ്ങളുടെ അസ്വസ്ഥതകൾ, വചനം കേൾക്കാനുള്ള താല്പര്യമില്ലായ്മ, വചനത്തോടുള്ള അഭിനിവേശമില്ലായ്മ, കർത്താവെ, അത്തരം കാര്യങ്ങളൊക്കെ ഉള്ള മക്കളെ പ്രത്യേകം സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളോട് കരുണ കാണിക്കണമേ. ഈ മക്കളോട് ക്ഷമിക്കണമേ. കർത്താവെ, വചനം കേൾക്കുവാനുള്ള വലിയ അഭിഷേകം നൽകണമേ. വചനത്തിൻ്റെ ശക്തിയും അഭിഷേകവും ഈ മക്കളിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നവരായി മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, കരങ്ങൾ ഒരു നിമിഷം ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് ഈ നിമിഷം നമുക്ക് കണ്ണുകൾ അടച്ച് നമ്മുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു, ക്ഷമ ഇസ്രായേൽ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ഈ വചനം കേട്ട് കർത്താവേ, ഈ വചനം പാലിക്കാൻ തീരുമാനമെടുത്തിരിക്കുന്ന മക്കളെ അങ്ങയുടെ വചനപ്രകാരം അനുഗ്രഹിക്കണമേ. എന്നിൽ വസിക്കുകയും ഈ എൻ്റെ വാക്കുകൾ നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക, അത് നിങ്ങൾക്ക് ലഭിക്കും. കർത്താവേ, ഈ മക്കളുടെ നിയോഗങ്ങളെ ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ആരാധനയോട് ചേർത്ത് സമർപ്പിക്കുന്നു. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോ മക്കളെയും ഇപ്പോൾ ആത്മാവിൽ കണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങേക്കും അങ്ങയുടെ ജനത്തിനും ഇടയിൽ നിന്നുകൊണ്ട് അങ്ങേക്ക് വേണ്ടി പുരോഹിത ശുശ്രൂഷ ചെയ്യുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട എൻ്റെ പൗരോഹിത്യത്തിൻ്റെ യോഗ്യതയാൽ കർത്താവേ, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തടസ്സങ്ങൾ ഈശോയെ ഇപ്പോൾ എടുത്തു മാറ്റണമേ.
താവേ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. ഈശോയെ വലിയ കൃപകളും അനുഗ്രഹങ്ങളും വർഷിക്കണമേ. താവേ മാനസാന്തരം ആവശ്യമുള്ള മക്കൾക്ക് മാനസാന്തരം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താവേ വിവാഹ തടസ്സമുള്ളവരുടെ വിവാഹ തടസ്സം മാറ്റണമേ. ജോലിയുടെ തടസ്സങ്ങൾ എടുത്ത് മാറ്റണമേ. ഇപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ അടയാളങ്ങൾ സംഭവിക്കട്ടെ. കർത്താവെ സാക്ഷ്യപ്പെടുത്തുവാൻ തക്ക വിധത്തിൽ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേക മക്കളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഈശോ ഇറങ്ങി പ്രവർത്തിക്കുന്നുണ്ട്. രോഗികളെ കർത്താവ് സുഖമാക്കുന്നുണ്ട്. വർഷങ്ങളായിട്ടുള്ള ചില തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. ഇതാ അടുത്ത നിമിഷം തന്നെ കർത്താവ് ചില അനുഗ്രഹത്തിൻ്റെ വാർത്തകൾ ചില മക്കളുടെ കുടുംബങ്ങളിൽ നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ ഏറ്റെടുക്കട്ടെ. ചില തടസ്സങ്ങൾ മാറിയത്, വിവാഹ തടസ്സം മാറിയത് തൊട്ടടുത്ത ദിവസം തന്നെ കർത്താവ് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുവാനുള്ള അവസരം നൽകുന്നുണ്ട്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കെട്ടുവാനും അഴിക്കുവാനും വിശുദ്ധീകരിച്ച് വിടുതൽ നൽകുവാനുള്ള അധികാരത്തോടെ ഇപ്പോൾ ഈ മക്കൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ അങ്ങ് ആശീർവദിക്കുമ്പോൾ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ ഉയർന്ന് ആശീർവദിക്കുമ്പോൾ ഈ മക്കളുടെ കെട്ടുകളും ബന്ധനങ്ങളും അഴിയട്ടെ, തകർച്ചകൾ മാറിപ്പോകട്ടെ, കുടുംബത്തിലെ സമാധാനവും സന്തോഷം നിറയട്ടെ, ഭിന്നതയുള്ള കുടുംബങ്ങളിലേക്ക് സ്നേഹം വന്ന് നിറയട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമകാരുണ്യമേ,